അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു വ്യത്യസ്തമായ ഒരു കുക്കീസാണ്. സാധാരണ കുക്കീസ് ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കേക്ക്സ് ഉണ്ടാക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് എന്താ വേണ്ടത്? നമുക്കൊരു ഇലക്ട്രിക് അവൻ വേണം. ഇപ്പോൾ പക്ഷേ നമുക്ക് കുക്കറിൽ വേണമെങ്കിലും കേക്കെല്ലാം ഉണ്ടാക്കാം, കുക്കീസും ഉണ്ടാക്കാം. പക്ഷേ നമുക്കിപ്പോൾ കേക്ക് അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന പോലെ ഇപ്പോൾ ഇലക്ട്രിക് അവനോ കുക്കറോ ഒന്നുമില്ലാണ്ട് അടുപ്പ് പോലും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന വിഭവങ്ങളും ഉണ്ട്. പക്ഷേ ഇതിന് അടുപ്പിൻ്റെ ആവശ്യമുണ്ട്. എങ്കിലും ഇതൊരു ബേക്ക്ലെസ് കുക്കീസ് എന്ന് പറയാം. നോ ബേക്ക് കുക്കീസാണ്. അപ്പോൾ ഇതൊരു ബിസ്ക്കറ്റ് പോലെയാണ്, പക്ഷേ ബേക്കിങ്ങിൻ്റെ ആവശ്യമില്ല. അല്ലാണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കുക്കി. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ്? ഓട്സ് 1.5 കപ്പ്, പഞ്ചസാര 3/4 കപ്പ്, കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ, പീനട്ട് ബട്ടർ 3 ടേബിൾ സ്പൂൺ, പാല് 1/4 കപ്പ്, വെണ്ണ 50 ഗ്രാം, അണ്ടിപ്പരിപ്പ് ചെറുതായി നുറുക്കിയത് 50 ഗ്രാം, വാനില എസൻസ് 1/2 ടീസ്പൂൺ. അപ്പോൾ ബേക്ക് ചെയ്യാത്ത കുക്കീസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണണ്ടേ? അപ്പോൾ നമുക്കിതിന് ബേക്കിംഗ് എന്ന് പറഞ്ഞൊരു കാര്യമില്ല, ഓവൻ വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് ചെറുതായി ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ അടുപ്പ് കത്തിച്ച് ചൂട് കട്ടിയുള്ളൊരു പാത്രം, ഇതിലേക്ക് 2-3 കാര്യങ്ങൾ. ഒരു 1/4 കപ്പ് പശുവിൻ പാലൊഴിക്കാം. അതിലേക്ക് ഒരു 3/4 കപ്പും ഇച്ചിരൂടെ പഞ്ചസാര, അതിനോടൊപ്പം ഒരു 50 ഗ്രാം ഉപ്പില്ലാത്ത വെണ്ണ. പിന്നെന്താ വേണ്ടേ? കൊക്കോ പൗഡർ ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഇത് ഞാൻ അളന്ന് വെച്ചാണ്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് എന്നിട്ട് ഇനി എന്താ വേണ്ടേ? ഇനി വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഇത് കഴിഞ്ഞിട്ടാണ് ചേർക്കേണ്ടത്. ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് ചൂടാക്കാം. അപ്പം വെണ്ണ അലിഞ്ഞ്, പഞ്ചസാര അലിഞ്ഞ്, കൊക്കോ പൗഡറെല്ലാം ഇതിൻ്റെ കൂടെ നന്നായിട്ട് യോജിച്ച് ഒരു തിള വെള്ളം നന്നായിട്ടെല്ലാം കൂടി ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഒരു ഇടത്തരം ചൂടിൽ, ഹൈ ഫ്ലെയിം വേണമെന്നില്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ചെയ്യാം. തീരെ ലോയും വേണ്ട, പെട്ടെന്ന് തന്നെ ആകും. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തിള വരാൻ തുടങ്ങുന്നു. അപ്പോൾ ഇനി തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ കൈയെടുക്കാണ്ട് ഇങ്ങനെ തിള വരുന്നു. കൈയെടുക്കാണ്ട് ഇളക്കി ഒരു മിനിറ്റും കൂടി ഒന്ന് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നല്ലൊരു തിള വരട്ടെ. നന്നായിട്ട് തിളച്ചിങ്ങനെ, പക്ഷെ കൈയെടുക്കാണ്ട് ഇളക്കണം. അപ്പോൾ ഏതാണ്ട് 1 മിനിറ്റ് സമയം കഴിഞ്ഞു. തിള വന്നിട്ട് 1 മിനിറ്റോളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൈയെടുക്കാണ്ട് ഇളക്കണം. ആയി കഴിയും. ഇനി നമ്മൾ അടുപ്പിൽ നിന്ന് ഇത് മാറ്റാം, ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ ഇത് മാറ്റാണ്. ഇപ്പം നല്ല തിളച്ച് നല്ല എന്താ പറയുക, നല്ല ചൂടായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ബോയിലിംഗ് ഹോട്ട്, നല്ല ചൂട്. ഇനി ഇതിലേക്ക് ബാക്കി കാര്യങ്ങൾ ചേർക്കാം. ഒന്ന് നമ്മുടെ വാനില എസൻസ് ഒരു 1/2 ടീസ്പൂണോളം ചേർക്കാം. പിന്നെന്താ, പീനട്ട് ബട്ടർ ഒരു 3 ടേബിൾ സ്പൂൺ. ഈ ചൂടിൽ തന്നെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കും. പീനട്ട് ബട്ടറും ചേർത്തിട്ട് പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് ഒരു 50 ഗ്രാം ചെറുതായി നുറുക്കിയതും ഇതോടൊപ്പം ഇനി നമ്മൾ ഏതാണ്ടൊരു 1.5 കപ്പ് ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറേശ്ശെ ചേർക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. അപ്പോൾ നമ്മളൊരു കുക്കി ഡോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ആ ഒരു 1.5 കപ്പ് ഓട്സ്, പെട്ടെന്ന് വേകുന്ന ഓട്സാണ്. ഇപ്പോൾ അങ്ങനത്തെ ഓട്സ് കിട്ടുമല്ലോ, ക്വിക്ക് ആയിട്ട് എന്താ പറയുക, കുക്കിംഗ് ഓട്സ് എന്ന് പറഞ്ഞിട്ട്, അതുപോലത്തെ ഓട്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ നന്നായിട്ട് യോജിച്ച് കിട്ടണം. ഇതിന് ശരിക്കും നല്ല പീനട്ട് ബട്ടറിൻ്റെയും ചോക്ലേറ്റിൻ്റെയും നട്ട്സിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ ഒരു വാനില എസൻസ് ഉണ്ടല്ലോ,
ഫ്ലേവറിങ് ഏജൻറ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? ഇനി ഈ ചൂടോടുകൂടി തന്നെ നമ്മളിത് സ്പൂണിലെടുത്തിട്ട് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ട്രേയിൽ ഒരു പാച്ച്മെൻറ്റ് പേപ്പർ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ ഇങ്ങനെ ഇട്ട് വയ്ക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ സ്പൂണിൽ ഇങ്ങനെ കോരി വയ്ക്കും. അപ്പോൾ നമ്മൾ ഓരോ ടേബിൾ സ്പൂൺ പാകത്തിന് എടുക്കുക. കൈയുടെ സഹായം കൂടി ആകാം. ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് നമ്മളിങ്ങനെ അമർത്തി കൊടുക്കും. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പാകത്തിന് ഇങ്ങനെ എടുക്കുക. ഏകദേശം ഒരു ധാരണ ഉണ്ടല്ലോ നമുക്ക്. ഒരു ഉരുള പോലെ കുറച്ചാക്കിയിട്ട് കുക്കീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷേപ്പുള്ള കുക്കീസ്, ഇങ്ങനത്തെ കുക്കീസാണ് കാണാൻ ലുക്ക്. ഭയങ്കരമായിട്ട് റൗണ്ട് ചെയ്യരുത്, ചെറുതായിട്ട് ഇങ്ങനെ വിട്ട് നിൽക്കുന്ന പോലെ തോന്നണം. ഈ രീതിയിലെടുത്ത് ഫിക്സ് ചെയ്യാം. അപ്പോൾ മാനേജബിൾ ചൂടേ ഉള്ളൂ. നമുക്ക് കൈകൊണ്ട് അത്യാവശ്യം നമുക്ക് പ്രസ് ചെയ്ത് അമർത്താനൊക്കെ പറ്റും. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഒന്ന് നിരത്തി കഴിയട്ടെ. ഇതെല്ലാം കംപ്ലീറ്റ് ഒന്ന് ഷേപ്പ് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് കാണാം ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. നമ്മളുടെ കുക്കീസ് എല്ലാം തന്നെ ഞാൻ ഷേപ്പ് ചെയ്ത് ട്രേയിൽ മാറ്റി കഴിഞ്ഞു. സാധാരണ കുക്കീസ് ഈ ട്രേയോട് കൂടി എടുത്ത് നമ്മൾ ബേക്ക് ചെയ്യണം. പക്ഷേ ഇത് ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഒന്ന് സെറ്റാകാനുള്ള സമയം കൊടുത്താൽ മതി. ഒരല്പസമയം, ഒരു 40 മിനിറ്റ് സമയം, അല്ലെങ്കിൽ അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ സമയം വരെ, 30 to 45 minutes or 1 hour, 30, 40, 50 മിനിറ്റ് ഇങ്ങനെ മാറ്റി വയ്ക്കുക. അത് കഴിയുമ്പോൾ അതൊന്ന് സെറ്റാകും. അപ്പോൾ നമുക്ക് ഒരല്പസമയം വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞതൊന്ന് സെറ്റാകട്ടെ. എന്നിട്ട് നമുക്ക് കുക്കീസിൻ്റെ ഷേപ്പ് എങ്ങനെയുണ്ടെന്ന് കാണാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റ് സമയം കഴിഞ്ഞു. ഞാനൊന്ന് നോക്കുകയാണ്. എല്ലാം സെറ്റായിരിക്കുകയാണ്. സെറ്റാകാന്ന് പറയുമ്പോൾ നമുക്കിനി അത് എടുക്കാൻ പറ്റും. കണ്ടല്ലോ, ഇങ്ങനെ ഇളക്കിയെടുക്കാം. പ്ലേറ്റ് നമ്മുടെ ആ പേപ്പറിൽ നിന്നും ഇളകി വരും. അപ്പോൾ ബേക്ക് ചെയ്ത കുക്കീസ് പോലെ തന്നെ ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി നമുക്കൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഒരു ഹെൽത്തി സ്നാക്കായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബാറുകളൊക്കെ ഉണ്ടല്ലോ. നമ്മളിങ്ങനെ സമയമില്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് കഴിച്ചിട്ട് പോകാനുള്ള കുറച്ച് സീരിയലൊക്കെ വെച്ചുണ്ടാക്കുന്ന നട്ട്സ് സീരിയലൊക്കെ, ആ കാറ്റഗറിയിൽ തന്നെ ഇതിനെയും കൂട്ടാം. കാര്യം ഇതിൽ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓട്സ് ഉണ്ട്, നട്ട്സ് ഉണ്ട്, പിന്നെന്താ പീനട്ട് ബട്ടർ വളരെ നല്ലതാണ്. പിന്നെ പഞ്ചസാരയുടെ അളവ് കുറച്ച് കൂടുതലാണ്, അത് കുറയ്ക്കുക. അങ്ങനെയുള്ള രീതിയിൽ ഇത് തയ്യാറാക്കുകയാണെങ്കിൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കായിരിക്കും. അപ്പോൾ ഇതെന്തായാലും എളുപ്പത്തിൽ കഴിക്കാൻ പറ്റിയ കാര്യമാണ്. ഇത് കഴിക്കുമ്പോൾ ഒരു ക്രഞ്ചി ടേസ്റ്റാണ്. ശരിക്കും കഴിക്കുമ്പോൾ ഇടയ്ക്ക് ആ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഓട്സ് ഇങ്ങനെ സോഫ്റ്റ് ഒന്നുമല്ല, അതിങ്ങനെ നട്ട്സ് പോലെ ഇടയ്ക്ക് പീനട്ട് ബട്ടറിനകത്തുള്ള നട്ട്സും നമ്മൾ ഇട്ട കാഷ്യൂ നട്ട്സും ഒക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടും. കൂട്ടത്തിൽ ഓട്സും അങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഒരു നട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഓട്സിൻ്റെ ചെറിയൊരു റോ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ കൂടെ വരുമ്പോൾ ആ പച്ചച്ചുവയെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. നല്ല രസമായിട്ട് ഇങ്ങനെ കഴിച്ച് നടക്കാൻ സാധിക്കും. എന്തായാലും എളുപ്പത്തിൽ ഒരു സിമ്പിൾ കുക്കീസ് നമുക്ക് തയ്യാറാക്കാമല്ലോ അല്ലേ? അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്ക് ഇഷ്ടമാവും, എല്ലാവർക്കും ഇഷ്ടമാവും.